വൈക്കം തലയോലപ്പറമ്പ്. ഞങ്ങള് ചിലപ്പോ 30-ാം തീയതി ഒന്നിച്ച് മുട്ടാൻ സാധ്യത ഉണ്ട്. ടെറാസ് ഗോഡ്സ് ലവ് ഞങ്ങള് രണ്ടുപേരും 30-ാം തീയതി അല്ലടാ, 30-ാം തീയതി ഒന്നിച്ച് കൂട്ടാൻ സാധ്യത ഉണ്ട്. പ്ലാനിങ്ങിലുണ്ട്. ഇൻഷാ അല്ലാഹ്. വേറെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ല എങ്കിൽ ഞങ്ങള് 29-ാം തീയതി രാത്രി ഇവിടുന്ന് പുറപ്പെടും. 30-ാം തീയതി രാവിലെ അവിടെ എത്തുന്ന രീതിയിൽ. ഇതെല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടോ ഇത് എഴുതിയിരിക്കുന്നത്? കുറച്ചും കൂടെ അടുത്തിട്ട് പിടിച്ച വായിക്കാൻ പറ്റുന്നില്ല. 1800 കാലഘട്ടങ്ങളിൽ വേല് ചെമ്പതിളവ സ്ഥാപിച്ച വിളക്ക് മരം. കണ്ട, ഇതാണ് വിളക്ക് മരം. 1800 കാലഘട്ടങ്ങളിൽ. 1800 എന്ന് പറഞ്ഞാല് 225 കൊല്ലയില്ലേ? അതാ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള. ഇത് ആൽമരാണ്. വലിയ ആൽമരല്ലോ. അതും അത്ര തന്നെ പഴക്കമുള്ളതൊക്കെ ആയിരിക്കും അപ്പോ. അതെ. ഇവിടെ എല്ലാം അങ്ങനത്തെയാണ്. തള്ളിയിട്ടാ ഞാൻ അങ്ങോട്ട് പുറത്ത് പോവും. ഞാൻ ഇരിക്കുന്നു. അപ്പൊ പഴമകളുടെ കാലങ്ങളിലൂടെയാണ് നീ ഇങ്ങനെ സഞ്ചരിക്കുന്നത് അല്ലേ? അമീനെ വിളിക്കണ്. ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് കേട്ടോ. എങ്ങനെ? ഇത് 2 കിലോമീറ്ററേ ഉള്ളൂ. 2 കിലോമീറ്റർ ഇല്ല. നിന്റെ വീട്ടിക്കാ? ഇവിടുന്ന് നടന്നിട്ടാ വരിക അതോ സൈക്ലിംഗ്, ബസ്, എങ്ങനെയാണ്? ഇല്ല, കൂട്ടുകാരന്റെ വണ്ടിയായിട്ട് വരും അല്ലേ? വണ്ടിയായിട്ട് വരും. പിന്നെ മെയിൻ ആയിട്ടൊരു സംഭവം ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് വായിക്കാൻ പറ്റണ്ടോ? വായിക്കാൻ. വൈക്കം. ഞാൻ ഇതിന്റെ ബ്രൈറ്റ്നെസ് കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. വൈക്കം പ്രമോദ മുഹമ്മദ് ബഷീർ. പോയിരിക്കാണ്. മുഹമ്മദ് ബഷീർ സ്മാരകം കണ്ട്. ഇത് സ്മാരകം ഞാൻ കാണിച്ചു തരാം. നിഷാർ വന്നിട്ടുണ്ടാ? നിഷാർ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ വീടിന്റെ മുകളിലുണ്ട്. തലകുത്തിയാ അതോ അറിഞ്ഞത് കുത്തു ഓട്ടയുണ്ടോ? ഇത് നോക്കിയേക്ക, ഈ വ്യൂ നോക്കിക്കേ. ഇതില് ആക്ച്വലി എന്റെ ഫോട്ടോ നല്ലതില്ല. ഞാൻ എന്റെ ഫോട്ടോ ഒഴിവാക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ അതിനൊരു. ഇതാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം കേട്ടോ. അതെ KP, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം. ഇതാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം അല്ലേ? അതെ. അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. അതെ, ഇത് ലൈബ്രറിയും കൂടെ ചേർന്നൊരു സ്മാരകമാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ എല്ലാ സമ്പൂർണ്ണ കൃതികളും ഇവിടെ ഉണ്ട്. ഇതിപ്പം പ്രവർത്തനമല്ല, ഓപ്പൺ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് മുമ്പോട്ട് കയറായിരുന്നു. ഓക്കെ, കാണുന്നതാണ് ഇതിന്റെ സൂം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ബഷീറിന്റെ പ്രതിമ. ഉള്ളിലേക്ക് കടക്കാൻ ഇപ്പൊ ഗേറ്റ് ഓപ്പൺ ആയിരിക്കില്ല അല്ലേ? ഇല്ല, ഇത് ക്ലോസ്ഡ് ആണ് ഈ ഗേറ്റ്. ഇതൊക്കെ ആക്ച്വലി വൈക്കത്തുകാർക്ക് ഇതൊക്കെ എന്നും കണ്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളായിരിക്കാം. പക്ഷെ പുറമെ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഇത് കാണാനും അറിയാനും വൈക്കം മുഹമ്മദ് ബഷീർ എന്നത് എന്താണെന്നൊക്കെ അറിയാനും ഇതൊക്കെ ഒരു സഹായകമാവുന്ന സ്മാരകങ്ങളാണ് അല്ലെ നജീറ? അതെ, നിങ്ങൾ ചെറുപ്പത്തിലെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലാണ്ട് ഇതൊക്കെ കാണാൻ കഴിയാന്ന് പറഞ്ഞ വലിയ ഭാഗ്യം തന്നെയാണ്. നമ്മളെപ്പോഴും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചിത്രങ്ങളും കഥകളും നമ്മൾ പുസ്തകങ്ങളിലൂടെ മാത്രമാണ് വായിച്ചു കണ്ടിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളതൊക്കെ. അതിൽ ഉപരി നമുക്ക് നേരിട്ട് അറിയാനും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ അതിനെ പറഞ്ഞു തരാനും അതിന്റെ കാര്യങ്ങൾ കാണിച്ചു തരാനൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ കാണുക, അറിയുക എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ നേരിട്ട് അറിയാനും കാണാനും പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതും അറിയാവുന്നതൊക്കെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ. സ്വാതി വന്നിട്ടുണ്ടല്ലോ. സ്വാതി, വെൽക്കം. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഒന്ന്